ആഫ്രിക്കൻ മുനമ്പിലെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയിൽ പുതിയൊരു നയതന്ത്ര യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് സൊമാലിയ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നത് തടയാൻ സൊമാലിയ തീരുമാനിച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ചെങ്കടലിനെ ഏദൻ ഗൾഫുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാത ആഗോള വ്യാപാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടുകളിൽ ഒന്നാണ്. സൊമാലിയയുടെ ഈ നാടകീയമായ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സൊമാലിയയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന സൊമാലിലാൻഡ് എന്ന പ്രദേശത്തിന് ഇസ്രയേൽ അംഗീകാരം നൽകിയതാണ് സൊമാലിയെ ചൊടിപ്പിച്ചത്. തങ്ങളുടെ ഭൗമപരമായ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കുമെന്ന് സൊമാലിയ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൊമാലിലാൻഡിനെ ഒരു പ്രത്യേക രാജ്യമായി കാണാനുള്ള ഇസ്രയേലിന്റെ ശ്രമം സൊമാലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാവാത്ത നയതന്ത്ര ലംഘനമാണ്. ബാബൽ മന്ദേബ് കടലിടുക്കിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സൊമാലിയയുടെ ഈ തീരുമാനം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിച്ചേക്കാം. ലോകത്തിലെ ചരക്ക് നീക്കത്തിന്റെ വലിയൊരു ശതമാനം ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. എണ്ണക്കപ്പലുകളെയും വലിയ കണ്ടെയ്നർ കപ്പലുകളും സൂയസ് കനാൽ ലക്ഷ്യമാക്കി പോകുമ്പോൾ കടന്നു പോകേണ്ട പ്രധാന കവാടമാണിത്. ഈ പാതയിൽ ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് സമുദ്രയാന സുരക്ഷയെ സംബന്ധിച്ച പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കും. നയതന്ത്ര തലത്തിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമായി ഇതിനെ വിശകലനം ചെയ്യാം. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. സൊമാലിലാൻഡിനെ കൈപ്പിടിയിൽ ഒതുക്കി മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയേൽക്കുമെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം സൊമാലിയയുടെ ഈ തീരുമാനത്തോടെ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ സൊമാലിയ കൂടി കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ചെങ്കടൽ വഴിയുള്ള യാത്ര ദുഷ്കരമാക്കും. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ഈ മേഖല ഒഴിവാക്കി ദീർഘദൂര പാതകൾ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത് ചരക്ക് കൂലി വർദ്ധിക്കാനിടയാക്കും. സൊമാലിലാൻഡ് എന്ന പ്രദേശം സൊമാലിയയുടെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം പൊതുവെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങൾ അവിടെ തന്ത്രപരമായ താല്പര്യങ്ങൾ പുലർത്തുന്നുണ്ട്. ഇസ്രയേൽ ആ മേഖലയ്ക്ക് നൽകുന്ന പിന്തുണ സൊമാലിയയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇതിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ പരാതിപ്പെടുന്നതിനൊപ്പം തന്നെ പ്രായോഗികമായ പ്രതിരോധം തീർക്കാനാണ് സൊമാലിയ ശ്രമിക്കുന്നത്. ബാബൽ മന്ദേബിലെ കപ്പൽ യാത്രകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ ലോകശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കാൻ സൊമാലിയക്ക് സാധിച്ചു. സൊമാലിയൻ നാവികസേന ഈ ഉത്തരവ് നടപ്പിലാക്കാൻ എത്രത്തോളം സജ്ജമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വർഷങ്ങളായി കടൽ കൊള്ളക്കാരുടെ ഭീഷണി നേരിടുന്ന ഈ മേഖലയിൽ സൊമാലിയൻ സർക്കാർ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രയേൽ കപ്പലുകളെ തിരിച്ചറിയാനും അവ തടയാനുമുള്ള സംവിധാനങ്ങൾ സൊമാലിയ ഒരുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാണ്. ഇസ്രയേലിന്റെ സുരക്ഷയും വ്യാപാര താൽപര്യങ്ങളും സംരക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ സൊമാലിയയുടെ പരമാധികാരത്തെ മാനിക്കേണ്ടി വരുന്നത് നയതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നു. സൊമാലിയയുടെ ഈ നടപടി പിൻവലിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബാബൽ മന്ദേബ് കടലിടുക്ക് ഒരു ചോക്ക് പോയിന്റായി മാറുന്നത് ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും. ഇസ്രയേലിലേക്കുള്ള ഇന്ധന നീക്കവും മറ്റ് ഇറക്കുമതികളും ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. സൊമാലിയയുടെ വിലക്ക് നിലവിൽ വരുന്നതോടെ ഇസ്രയേലിന് പുതിയ സമുദ്രപാതകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയോ ചെയ്യേണ്ടി വരും. സൊമാലിയയുടെ ഈ നീക്കം മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഒരു മാതൃകയായേക്കാം. വിദേശ ശക്തികൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് തടയാൻ തന്ത്രപ്രധാനമായ സ്വാഭാവിക വിഭവങ്ങളും ജലപാതകളും ആയുധമാക്കാമെന്ന് ഇതിലൂടെ തെളിയുന്നു. ആഫ്രിക്കൻ യൂണിയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. സൊമാലിയയുടെ പരമാധികാരത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഈ നീക്കത്തിന് പിന്നിൽ അണിനിരന്നേക്കാം. ഈ സാഹചര്യത്തിൽ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നതും യാത്രാസമയം കൂടുന്നതും വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. സൊമാലിയയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. എന്നാൽ സൈനികമായ ഇടപെടലുകൾക്കും സൊമാലിയ മടിക്കില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ചുരുക്കത്തിൽ ഇസ്രയേൽ സൊമാലിലാൻഡ് ബന്ധം സൊമാലിയെ ഒരു വലിയ അന്താരാഷ്ട്ര തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ബാബൽ മന്ദേബ് കടലിടുക്കിലെ വിലക്ക് ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു സംഘർഷ മേഖലയുടെ തുടക്കമാണ്. സൊമാലിയയുടെ പരമാധികാരത്തിനായുള്ള ഈ പോരാട്ടം
ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ പ്രാപ്തമാണ്. വൻ ശക്തികളുടെ ഇടപെടലുകളും നയതന്ത്ര ചർച്ചകളും ഈ വിഷയത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. സൊമാലിയുടെ ഈ കടുത്ത നിലപാട് പശ്ചിമേഷ്യയിലും കിഴക്കൻ ആഫ്രിക്കയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.